നമസ്കാരം, ഹരിദ്വാറിലുള്ളത്. ഞങ്ങൾ ഇന്ന് ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലായ ഡെറാഡൂണിലോട്ട് പോവുകയാണ്. ഇവിടെ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:05 ജനശതാബ്ദി എക്സ്പ്രസിനാണ് ഞങ്ങൾ പോകുന്നത്. ഈ ജനശതാബ്ദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ മറ്റൊരു സ്ഥലമായ കത്ഗോഡാം എന്ന് ക്യാപിറ്റലായ ഡെറാഡൂണിലേക്ക് പോകുന്ന വണ്ടിയാണ്. 11:05 എത്തുന്നത്. ഞങ്ങൾ അതിനാണ് പോകുന്നത്. ഇപ്പൊ സമയം രാവിലെ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയ ശേഷം ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് കഴിക്കാനാണ് പ്ലാൻ ഉള്ളത്. അതെ, ഇവിടെ തന്നെ ഒരു വലിയൊരു ശിവപ്രതിമയുണ്ട്. ഇതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു കയറി വരുന്ന ഈ ഒരു എൻട്രൻസ് ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഒന്ന് അതിലൂടെ ഇറങ്ങാം, നമുക്ക് ഇതിലൂടെ ഇറങ്ങാം. ഇതിലൂടെ 3 എൻട്രൻസ് ഗേറ്റുകളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഈ ഒരു പ്രതിമയുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒന്നും കൂടിയുണ്ട്. 2 പ്രതിമകളുണ്ട് ഇവിടെ തന്നെ. ഇതും ശിവൻ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഇതാണ്. നമുക്ക് ഇവിടെ തന്നെ വലിയ വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു ഹോട്ടൽസാണ്. ഇതാ ഇവിടെയുണ്ട്. ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് അങ്ങ് അവിടെയാണ്, ആ ഒരു ഭാഗത്ത്. ഒരു ക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് നമുക്ക് അവിടെ ഫുഡ് കോർട്ടിലോട്ട് പെട്ടെന്ന് പോവാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ട്രെയിൻ വരാനായില്ല, ട്രെയിനിലോട്ടും കയറാം. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ തന്നെയാണ് നമുക്ക് പോകേണ്ട ഫുഡ് കോർട്ട് ഉള്ളത്. നേരെ സമയം കളയാതെ അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് ഇഡ്ഡലിയാണ്. 2 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യ ഫുഡിനെല്ലാം നല്ല റേറ്റ് ആവേണ്ടതല്ലേ അല്ലേ? നല്ല റേറ്റ് ആവേണ്ടതാണ്. ഇതിന് 35-70 രൂപ ആയതേ ഉള്ളൂ. അതെ, ചീപ്പാണ് നമ്മുടെ ഹരിദ്വാറിലത്തെ ഫുഡ് കോർട്ടിന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. അതെ, 2 പേർക്കും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു തരാം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുക. അവിടെയാണ് നമ്മളെ വണ്ടി വരിക. ദേ ഈ കാണുന്ന ഇതന്നെയാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. നേരെ അവിടത്തോട്ട് തന്നെ ഇറങ്ങി പോവാം. NTS വരെ ആദ്യം 2-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്ന് കാണിച്ചതാണ്. പിന്നെ അത് മാറ്റി 1-ലേക്ക് തന്നെ ആയി. നമ്മുടെ ട്രെയിൻ ഇതാ വരുവാണ്. കത്ഗോഡാം ഡെറാഡൂൺ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ. LHP അല്ല, ഉത്കൃഷ്ട കോച്ചാണ്. ഞാൻ LHP ആവുന്ന വിചാരിച്ചതല്ല. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നതാണ്. ജനശതാബ്ദി എക്സ്പ്രസ് മഹാമാനേൻ്റെ കോച്ചിൻ്റെ ലിവറൊക്കെ ഇതാ D1. നമ്മളിന്ന് ഇതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങിലാണ് പോകുന്നത്. D5, ഇത് D3, ഇതുപോലെ തന്നെ ഇത് D4. ഇത് ഈ ഒരു കോച്ചിലാണ് നമുക്ക് പോകാനുള്ളത്. ചേർക്കാർ. നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് 32-33 ആണ്. വിൻഡോ സീറ്റ് ഇല്ല. 51 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് ഡെറാഡൂണിലോട്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, നോർമൽ നമ്മുടെ ഈ ഒരു പരശുറാം എക്സ്പ്രസ്സിലും ഏർനാട് എക്സ്പ്രസ്സിലും വഞ്ചിനാട് എക്സ്പ്രസ്സിലും കാണുന്ന സെക്കൻഡ് സീറ്റിംഗ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ചാർജിങ് സോക്കറ്റുകളുണ്ട്. ഇവിടെ ആൾ വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ ഇനിയിപ്പം ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ട്രെയിൻ വലിയ സ്പീഡിലൊന്നും പോവില്ല. അപ്പോൾ ഇതാ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ 5 മിനിറ്റ് മേലെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇവിടെ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ട്രെയിൻ ഡെറാഡൂൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അത് ഡെറാഡൂണിലോട്ട് പോകുന്നില്ല ശരിക്കും. ഇവിടെ ഹരിദ്വാറിൽ നിന്ന് ബാന്ദ്രയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അതിൻ്റെ പേര് ഡെറാഡൂൺ എക്സ്പ്രസ് എന്നാണ്. ഈ റൂട്ടിൽ തന്നെ 2-3 ടണലുകളൊക്കെ ഉണ്ട്. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ. ഒന്നിപ്പോൾ കഴിഞ്ഞു, അടുത്തൊന്ന് ഇതാ വരികയാണ്. അത്ര വലിയ ടണലൊന്നുമല്ല, ചെറിയത് മാത്രമേ ഉള്ളൂ, ദൂരം മാത്രമേ ഉള്ളൂ. ഇതിലൂടെ തന്നെ ഒരു റോഡും പോകുന്നുണ്ട്. തൊട്ടടുത്താണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പും ഡെറാഡൂൺ തന്നെയാണ്. നല്ല കാറ്റ്.
തണുത്ത കാറ്റ്. ഈ ഒരു റെയിൽവേ ട്രാക്കിനോട് സമാന്തരമായിട്ട് തന്നെയാണ് റോഡും ഉള്ളത്. ഋഷികേശ് ഡെറാഡൂൺ മെയിൻ റൂട്ടാണിത്. ഇതൊക്കെ ഫോറസ്റ്റാണ് ഈ ഭാഗം മുഴുവൻ. ട്രെയിൻ ഇപ്പോൾ റൈവാല ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ എന്തോ സിഗ്നലുകാരൻ നിർത്തി. ഇവിടെ നിന്നാണ് 2 റൂട്ടുകൾ വന്നു. ഇപ്പം നമ്മൾ പോകുന്ന ഡെറാഡൂൺ റൂട്ടും മറ്റൊന്ന് ഋഷികേശ്. ഋഷികേശ് നമ്മുടെ യോഗനഗർ ഋഷികേശും ആ ഭാഗങ്ങളിലേക്കല്ല ട്രെയിൻ പോകുന്നത്. ഇവിടുന്ന് മറ്റൊരു റൂട്ടിലേക്കാണ്. ഋഷികേശിലേക്കും യോഗനഗരി ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന റൂട്ട് അതാണ്. നമ്മൾ നേരെ ഡെറാഡൂൺ ലൈനിലോട്ട് കയറി അതങ്ങനെ പോകും. ഇതൊക്കെ വീടുകളാണ്. ഇനി ഡെറാഡൂൺ എത്തുന്നത് വരെ ഇതുപോലത്തെ ഒരു വഴിയാണ്, ഫുൾ ഫോറസ്റ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് രാജാജി നാഷണൽ പാർക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. നമുക്ക് ഈ ഒരു വഴി പോകുമ്പം വന്യമൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒന്നും കാണുന്നില്ല. വല്ല മാൻകൂട്ടത്തിനോ ഈ ആനകളൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. ചില സ്ഥലത്തൊക്കെ ബോർഡൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴും ഒരു മൃഗത്തിനെയും കണ്ടില്ല. എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ ബോർഡുണ്ട്, ആന ഇറങ്ങുന്ന വഴിയാണിതൊക്കെ. ഇത് ചില മരത്തിനൊക്കെ നല്ല പഴക്കമുണ്ട്. ഈ ആനയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാളയാറിനൊക്കെ പോലെ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോകുന്നത് വണ്ടി. നല്ല കുറവ് വന്നു. ഇവിടെ എവിടെയെങ്കിലും നിർത്തുമോ എന്നൊരു സംശയമുണ്ട്. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുക, എങ്ങാനും ഒരു ആനനെ കണ്ടാൽ നല്ലതല്ലേ. ഒരു തുള്ളി പോലും വെള്ളമില്ല ഇതിൽ, ഒറ്റ വരണ്ട കിടക്കുക. ഇതിലും വെള്ളമില്ല. ഇവിടെ ഒരു ക്രോസിംഗ് ലൈൻ ഉണ്ട്. ഇത് ഓൾറെഡി സിംഗിൾ ലൈനാണ്. വേറൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കടത്തി വിടാലോ. വേറെ വണ്ടിയൊന്നും വരാനില്ല. ഈ ഒരു ലൈൻ. ഈ ഫോറസ്റ്റ് ഏകദേശം കഴിയാനായി. എന്തൊരു പച്ചപ്പല്ലേ. ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്.
അവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ജനസാന്ദ്രതയുള്ള ഒരു ഭാഗത്തേക്കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെയൊക്കെ മുഴുവനും കൃഷിയാണ്. അവിടെ എല്ലാം ഉണ്ട്. എന്തായാലും ഇവിടുന്ന് കാണുന്നൊരു വ്യൂ അടിപൊളി. സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുക. ദോയ്വാല. ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറകിൽ കാണുന്നതൊക്കെ വീടുകളാണ്. ഡെറാഡൂണിലെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 3 കിലോമീറ്റർ മാത്രം. റോഡാണ്. ഇവിടെ ഒരു WP4 ലോക്കോമോട്ടീവ് ഒക്കെ ഇതാ നിർത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലായ ഡെറാഡൂണിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12:35. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഡെറാഡൂൺ. ഇവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഭാഗ്യം ഇവിടെ തന്നെ വന്നു. ഞങ്ങൾ വന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്നും പറഞ്ഞില്ലല്ലോ. ഹരിദ്വാറിന്ന് നമുക്ക് ഇവിടെ ഡെറാഡൂൺ വരെ ഒരാൾക്കായ ടിക്കറ്റ് ചാർജ് 75 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിന്റെ പേര് എന്ന് പറഞ്ഞാൽ നൈനി ദൂൺ ജനശതാബ്ദി എന്നാണ്. ദൂ എന്ന് പറഞ്ഞാൽ ഡെറാഡൂൺ, നൈനി എന്നത് ഉദ്ദേശിക്കുന്നത് നൈനിറ്റാളാണ്. അതായത് വണ്ടി വരുന്നത് കത്ഗോഡാം എന്നാണ്. കത്ഗോഡാം നിന്ന് നമ്മുടെ നൈനിറ്റാളിലേക്ക് വെറും ഒരു 30 ചില്ലറ കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നൈനിറ്റാൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. തീർച്ചയായും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അവസാനിച്ചു. നമുക്കതങ്ങ് മുന്നേ പോയി കാണാം. എല്ലാവരും ഇറങ്ങി പോവുകയാണ് അങ്ങോട്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെ അവസാനിച്ച് കണ്ടാ. ഇവിടെ എൻ്റെ ട്രെയിൻ ഇവിടം വരെ വരുള്ളൂ. 2 ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ ഇതാ ഇവിടെ എൻഡായിരിക്കുകയാണ്. കഴിഞ്ഞു. അവിടെ ക്ലോസ് ചെയ്ത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ട്രാക്കൊന്നുമില്ല. അതായത് നമ്മുടെ മംഗലാപുരം സെൻട്രൽ, അതുപോലെ തന്നെ MGR ചെന്നൈ സെൻട്രൽ, കന്യാകുമാരി, അതിനൊക്കെ പോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഡെറാഡൂൺ ടെർമിനൽ അങ്ങനെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ കേരളത്തേക്ക് ഒരു ട്രെയിനുകൾ ഒന്നും തന്നെ ഇല്ല.
നേരത്തെ മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചുവേളി ഡെറാഡൂൺ സൂപ്പർ ഫാസ്റ്റ്, അത് 2021 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് ഇപ്പം നിലവിൽ അത് നമ്മുടെ ഹരിദ്വാറിന് നേരെ യോഗ നഗരി ഋഷികേശിലേക്കാണ് സർവീസ് നടത്തുന്നത്. അതെ, ഇനിയുണ്ടല്ലോ ഞങ്ങൾ എവിടെ താമസിക്കുന്നത് വെച്ചാൽ ഇവിടെ തന്നെയാണ്. ഇവിടെ ഡോർമെട്രി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, ഈ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ ചെക്കിങ് നടപടി കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ആദ്യം ആ ഒരു ഇൻഫർമേഷൻ അതിലേക്ക് പോവാം. കാരണം ആ ഒരു സെൻറ്ററിൽ പോയിട്ട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതല്ലേ. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡെറാഡൂണിലത്തെ ഡോർമെട്രി. അടിപൊളിയാണ് കേട്ടോ, നല്ല പ്രൈവസിക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 3A 3B അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട്. അതിൽ എൻ്റെത് വരുന്നത് 3D, അതുപോലെ തന്നെ നവീൻ്റെത് വരുന്നത് 3F ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു ബെഡിൻ്റെ ഇവിടെ വരുവാണെങ്കിൽ ഇതിലൊരു ബെഡുണ്ട്, നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പില്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ്, 1 അല്ല 2 ചാർജിങ് സോക്കറ്റ് ഉണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊളുത്തിടാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് തന്നെ ആദ്യം കയറി വരണം. ഇവിടെയാണ് ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയാണ് അത് എഴുതി കൊടുക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനാണിത്. നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ തന്നെ കീയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൂട്ടി വെച്ചിട്ട് പോവാം. ഇത് AC ഡോർമെട്രി അല്ല, നോൺ AC ഡോർമെട്രി ആണ്. പക്ഷേ AC തന്നെയാണ്, അത്രയും നല്ല തണുപ്പുണ്ട്. പിന്നെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉള്ളത് അവിടെ തന്നെയാണ്. ഇതാണ് നവീൻ്റെ ബെഡ്. ഇപ്പം നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് പോകുന്നതന്നെ ഏറ്റവും നല്ലത്. ഇവിടെ പറഞ്ഞല്ലേ ടോട്ടൽ 8 ബെഡുകളാണ് ഉള്ളത്. ഈ ഡോർമെട്രിക്ക് പുറമെ തന്നെ ഇവിടെ റൂംസും അവൈലബിൾ ആണ്. നോൺ AC റൂമുണ്ട്, AC റൂമുണ്ട്. നമ്മൾ പിന്നെ ഒരു പകൽ മാത്രമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഡോർമെട്രി എടുത്തു. ഡോർമെട്രിക്ക് ഞങ്ങൾ 24 മണിക്കൂറിൻ്റെ സ്ലോട്ടാണ് കിട്ടിയത്. കാരണം 12 മണിക്കൂറിൻ്റെ സ്ലോട്ട് ഇവിടെ അവൈലബിൾ അല്ല. അതായത് ഇവിടുത്തെ സ്ലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയാണല്ലോ ബുക്ക് ചെയ്യുന്നത്. ഇവിടെ 24 മണിക്കൂറാണ് പറഞ്ഞത്. പല റെയിൽവേ സ്റ്റേഷനും ചിലപ്പോൾ 12 മണിക്കൂർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഡെറാഡൂണിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. രാവിലെ 8 മണി മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ 8 മണി വരെയാണ് നമ്മുടെ സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചാർജ് വരികയാണെങ്കിൽ വെറും 143 രൂപ മാത്രമാണ് ഒരാൾക്ക് വന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഡോർമെറ്ററിന് അത്ര ചീപ്പാണ് ഈ ഡെറാഡൂണിൽ. 143 പ്ലസ് 143 എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു ചാർജൊക്കെ ഇറക്കി കൂടി 300 രൂപക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഡെറാഡൂണിൽ കിട്ടിയത്. അതായത് ഇത്രയും നല്ല പ്രൈവസി, നല്ല കാമാണ് കേട്ടോ, ഒരു ഒച്ചപ്പാട് അനക്കവും. നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഡോർമെട്രീനെ എടുക്കാം. കാരണം നമ്മളെ ഈ ഫാമിലി ആയിട്ട് വരുമ്പോൾ അല്ല, നിങ്ങൾ ഇതുപോലെ ട്രിപ്പൊക്കെ വരുമ്പോൾ ഈ മസൂറി ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്ത് പോകാം. വളരെ ചീപ്പാണ്. ഈ ഒരു ഡോർമെട്രി നിങ്ങൾക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന ലോക്ക് ഉണ്ട്, അത് വെച്ചിട്ട് ഇവിടെ സെറ്റാക്കി പുറത്തോട്ട് പോകാം. ഇവിടെ തന്നെയാണ് 2 റൂംസും ഉള്ളത്. ഡോർമെട്രി വരുന്നത് ഇതേ ഇവിടെയാണ്. ഡോർമെട്രി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ ശതാബ്ദി എക്സ്പ്രസ്. നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇതാ ഡെറാഡൂൺ എന്നില്ല എഴുത്തൊക്കെ അതാ. നല്ല റഷാണ് ഈ ഒരു പുറത്ത്. റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാക്സി ആയാലും ഇല്ലതായിട്ടുണ്ട്. കൂടുതലായിട്ട് ആർമിക്കാരാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടുള്ളത്. അതെ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഡെറാഡൂൺ ഹിന്ദിയിൽ കാണുമ്പോൾ ദെഹ്റാദൂൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ദെഹ്റാദൂൺ. പിന്നെ പറയുമ്പോൾ ഡെറാഡൂൺ അങ്ങനെയാണല്ലോ പറയാ. നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊന്ന് നടന്നിട്ട് വരാം. അപ്പോൾ അധികമൊന്നും പോകുന്നില്ല, കുറച്ചൊരു ഈ ഒരു സിറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണണ്ടേ. നേരെ നടക്കാം. അതിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അത് ഋഷികേശിൽ നിന്ന് ഡെറാഡൂണിലോട്ട് വന്ന ആ ഒരു ബസ്സാണത്. അപ്പോൾ ഋഷികേശിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടത്തോട്ട് വരാം. ഈ കാണുന്ന ബസ് ഇത് അതൊക്കെ ചെറിയ ബസ്സാണ്, സിറ്റി സർവീസ് മാത്രം. മസൂറി 35 കിലോമീറ്റർ, സെക്രട്ടേറിയറ്റ് ലെഫ്റ്റ്, ഹരിദ്വാർ നേരെ 56 കിലോമീറ്റർ, വിധാൻ സഭ. ഈ ഒരു ബസ്സൊക്കെ പോകുന്നത് മസൂറിയിലേക്കാണ്. ഞങ്ങൾ ഇത്തവണ മസൂറി ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ, ഡെറാഡൂണിലോട്ട് മാത്രം വന്നതാണ്. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ഈ ഒരു മസൂറിയൊക്കെ. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് ഈ ഒരു ഭാഗത്ത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണേ. നമ്മളിനിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നു. ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അവിടത്തോട്ടാ. 1 കിലോമീറ്ററിന് മേലെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നടന്നു പോവാ. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെറാഡൂണിലത്തെ ദമാവാല ബസാറിലൂടെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഷോപ്പുകളുടെയൊക്കെ നെയിം ബോർഡില്ലേ, എല്ലാം ഓറഞ്ച് കളറാണ്. വേണ്ടതാ, എല്ലാം ഒരേ ഡിസൈനിങ്ങാണ് രണ്ട് ഭാഗത്തും. എല്ലായിടത്തും ഒരു ഭാഗത്ത് പോലും എന്തെങ്കിലും ഒന്ന് മാറ്റം വേണ്ടേ? ഒന്നുമില്ല, എല്ലാം സെയിം. കണ്ടാ? ഇപ്പോൾ വേറൊരു സ്ഥലത്തെത്തി, പൾട്ടൺ ബസാർ. അതാണ് ഇത്. ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്തെ പോലെയല്ല. ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ട ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഡ്രസ്സാണ് കൂടുതലും. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിനു മുന്നേ ഡെറാഡൂൺ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല. ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ട മെയിൻ ഏരിയ ഇത് തന്നെയാണ്. ഈ ഷോപ്പ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്ക് ഇത്രയും കൂടുന്നത്. പിന്നെ ഈ ഒരു 2 വീലേഴ്സ് ഇങ്ങനെ തുരുതുരാ പോകുന്നതുകൊണ്ടാണ് ബ്ലോക്ക് കൂടാനുള്ള ചാൻസ്. എൻ്റെ അമ്മോ, എന്തൊരു തിരക്ക്! നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും പോവാം. എവിടെ നോക്കിയാലും തിരക്ക് മാത്രം. സോക്സ് ഇതൊക്കെ, ട്രാക്ക് സ്യൂട്ട്, അതുപോലെ തന്നെ ടീഷർട്ടുകൾ. നമുക്ക് ഈ നടന്നു പോകേണ്ട ഇത് റോഡല്ല, ഇതിവിടെ ഇൻ്റർലോക്കാണ്. അടിപൊളിയാണ് നടന്നു പോകാനായാലും. നമ്മൾ ഏകദേശം ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ക്ലോക്ക് ടവർ, ഇവിടുന്ന് കാണാം. അങ്ങനെ നടന്ന അവസാനം ഇതാ ഡെറാഡൂണിന്റെ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ക്ലോക്ക് ടവറിന്റെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഡെറാഡൂണിന്റെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ്. 1953 ഇത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 2 ക്ലോക്കുകൾ കാണാം, ഘടികാരങ്ങൾ. 2 മാത്രമല്ല, അതിന് ചുറ്റും അപ്പുറത്തും ഉണ്ട് 4. അങ്ങനെ ടോട്ടലി 6 ക്ലോക്കുകളുള്ള ഒരു ക്ലോക്ക് ടവറാണ് ഈ പറയുന്നത്. പൾട്ടൺ ബസാർ, അതുവഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ആ ഒരു ബോർഡും കൂടി ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇവിടെ തന്നെയാണ് ക്ലോക്ക് ടവറും. ഇവിടുത്തെ തിരക്ക് കണ്ട, ഇതാ എന്താല്ലേ, നല്ല തിരക്കാ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കൂടെ പോയിട്ട് നേരെ തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവാം. ഇനി ഇവിടുന്ന് എങ്ങനെ നമ്മൾ തിരിച്ചു പോകും? നല്ല റഷാണല്ലോ. ഇതുവഴി പെട്ടെന്ന് ഗ്യാപ്പിലേക്ക് കൂടെ കയറി പോവാം. ഡെറാഡൂണിലേക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുതേ. നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്ത് പോകണമെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരുക. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. നവിയാണ് ഓർഡർ കൊടുത്തത്. എന്താ പറഞ്ഞത്? 2 വെജ് താലിയാണ് കൊടുത്തില്ല, കാരണം ഇവിടെ കൂടുതൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടൽസ് ആയില്ലല്ലോ. അല്ല, അത് കഴിക്കുന്ന ഏറ്റവും നല്ലത്. അതെ, നോർത്ത് ഇന്ത്യ കയറി കഴിഞ്ഞാൽ കൂടുതൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് തന്നെയാണ്. 2 പറഞ്ഞിട്ടുണ്ട്, വേഗം വരുമായിരിക്കും. ഉച്ച കഴിക്കുന്ന ഭക്ഷണം ഇവിടെ എത്തിയിരിക്കുകയാണ്. റൊട്ടി ഉണ്ട് 2, റൈസ് ഉണ്ട്, റൈത്ത ഉണ്ട്, ആലു മട്ടർ ഉണ്ട്, ദാലുണ്ട്. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സവാളയാണ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നത്. ഇതിനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 110 രൂപയാണ് ഈ ഒരു സെറ്റിന്, 2 കൂടിയിട്ട് 220. പക്ഷേ ചോറ് കുറച്ച് മാത്രമേ ഉള്ളൂ, റൈസ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. റൈസാണ് കുറച്ച് കൂടുതൽ വേണ്ടിയിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡില്ലേ, ഇവിടെ തന്നെ മസൂറി ബസ് കിട്ടും. ഈ കാണുന്ന ബസ് മസൂറിക്കുള്ളതാണ്. ഹരിദ്വാറിന് തുടങ്ങിയ യാത്രയാണ്. ഡെറാഡൂണിലെത്തി. ഡെറാഡൂണിന്റെ കൊച്ചു കാഴ്ചകളൊക്കെയാണ് ഇന്നൊരു വീഡിയോയിൽ കാണിച്ചത്. മസൂറിയിലേക്ക് പോവാത്തത് ഇപ്പൊ അതിന്റെ ആ ഒരു പോകേണ്ട ടൈം അല്ലാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്. അതായത് നല്ല ചൂടാണ് ഇവിടെ, അത്യാവശ്യം നല്ല തണുപ്പ് കൂടി ഉണ്ട്. എന്നാലും മസൂറിയിലേക്ക് എന്താ പറയാ, നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സ്നോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, സ്നോഫോൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ പോകാന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ മസൂറിൽ പോകാത്തത്. അതുപോലെ തന്നെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയർ റൂം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി. ഈ പറഞ്ഞ പോലെ മസൂറിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം. അപ്പം എന്താ പറയുക, അതുപോലെ തന്നെ ഡെറാഡൂണിലത്തെ ആ ഒരു പ്രധാനപ്പെട്ട 2-3 എന്താ പറയുക നമ്മുടെ മാർക്കറ്റുകളുമാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.